സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഇലക്ഷന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ അല്ലെ ഇലക്ഷന് മുൻപുണ്ടായിരുന്ന നല്ല മാന്യന്മാരൊക്കെ ഇലക്ഷന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ തനി സ്വഭാവം കാണിച്ചുകൊണ്ട് ഓന്തിന്റെ നിറം മാറുന്നത് പോലെ മാറിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട് ഇന്നും ഒക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇലക്ഷന്റെ ജനങ്ങൾ എല്ലാവരും വിധി എഴുതി കഴിഞ്ഞ് ഇനി ജനവിധി എന്താണെന്ന് അറിയാനായിട്ട് മെയ് 4 തീയതി വരെ നമ്മൾ കാത്തിരിക്കണം. അതുവരെ ഈ പാർട്ടിയിലുള്ള ആളുകളും എല്ലാ ആളുകളും കുറച്ചുകൂടി ആത്മസമീപനമൊക്കെ പാലിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഒരു സമയത്ത് UDF നമുക്കറിയാം വയനാട് ശവം തൂക്കികളെ പോലെ പെരുമാറിയ ഒരു കാഴ്ച ഒരു കാര്യം നമുക്കറിയാം. അതായത് വയനാട് ആ ചൂരൽമലയിലുണ്ടായ വലിയ പ്രകൃതി ദുരന്തത്തില് വീടെല്ലാം നഷ്ടമായി, സ്വന്തക്കാരെ നഷ്ടപ്പെട്ട്, ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ ഒറ്റ ദിവസം ഒരു രാത്രി നേരം പുലർന്നപ്പോഴത്തേക്കും ഒന്നുമില്ലാതെ കാൽച്ചുവട്ടിലെ മണ്ണ് വരെ ഒലിച്ചു പോയി നിൽക്കുന്ന കുറേ ജീവിതങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് ഇടതുപക്ഷത്തിന്റെ ആ ഒരു CMRDFന്റെ ആ ഒരു അക്കൗണ്ടിലേക്ക് ഫണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ വരുമ്പോൾ അതിലേക്ക് ഫണ്ട് കൊടുക്കരുത്, പിണറായി വിജയന് പുട്ടടിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെതിരെയും അതേപോലെ തന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിരിക്കുന്ന ആ ഒരു വ്യക്തിക്കെതിരെയും ആ ഒരു ഫണ്ടിനെതിരെയും അല്ലെങ്കിൽ ആ ഒരു CMRDFലേക്ക് ഫണ്ട് ഇടുന്നതിനെതിരെയും ഒക്കെ ഒരുപാട് ആളുകൾ കളിച്ച വൃത്തികെട്ട കളികൾ നമ്മൾക്കറിയാം. സ്വന്തമായിട്ട് വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ കൊടുത്തോളാം, മുഖ്യമന്ത്രി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ആളുകളുടെ ചിന്താഗതിയും ആ ഒരു മനോവികാരമൊക്കെ നമുക്കറിയാം. എന്നിട്ട് ആ വീടുകൾ എവിടെയെന്നും മുഖ്യമന്ത്രി കൊടുത്ത വീട് എന്താണെന്നും മുഖ്യമന്ത്രി കൊടുത്ത ഫണ്ട് കൊണ്ട് എന്താണ് ചെയ്തതെന്നും ഒക്കെ ആ ഒരു വാർത്തകളിലൊക്കെ നമ്മൾ കണ്ടതാണല്ലേ. അപ്പൊ അങ്ങനെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എന്നാണ് അയാളുടെ പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KPCC പ്രസിഡന്റ് ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു കണക്കുകൂട്ടലുമായിട്ട് അല്ലെ ഒരു വലിയൊരു ബുക്കുമായിട്ടൊക്കെ വന്നു, പറ്റുബുക്ക് വലിയ ബുക്കുമായിട്ട് വന്നു. ആ ബുക്കിൽ പറഞ്ഞതെല്ലാം ഈ UDF സമാഹരിച്ച ഫണ്ട് എവിടേക്കാണ് പോയെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു. എന്നാൽ ഇതിനു മുൻപ് തന്നെ ഈ ഒരു ചോദ്യം വരുന്നതിന് 2-3 ദിവസം മുൻപ് തന്നെ DYFIയും ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ എല്ലാ പാർട്ടിയിലിരിക്കുന്ന എല്ലാ മുന്നണിയിലും പിന്നണിയിലും ഇരിക്കുന്ന പാർട്ടി അനുയായികളും ആ പാർട്ടിയിലുള്ള ഓരോ സംഘടനകളുമൊക്കെ അവർ പിരിച്ചിട്ടുള്ള തുക ഭീമമായിട്ടുള്ളതും ചെറിയ തുകകളും എല്ലാം ഉണ്ട്. എല്ലാം കൂടി ചേർത്ത് വെച്ച് 9,000 രൂപ മുതൽ 12 ലക്ഷം രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ 92 ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആ ഒരു ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തതായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഈ സംഭവങ്ങൾക്ക് പിന്നാലെ UDFനെതിരെ ഒരു ചോദ്യം വരുന്നു, നിങ്ങൾ എടുത്ത പൈസ എവിടെയാണ് കൊടുത്തതെന്ന് ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായിട്ടാണ് വലിയൊരു കണക്ക് ബുക്കുമായിട്ട് KPCC പ്രസിഡന്റ് രംഗത്തേക്ക് വന്നത്. ആ KPCC പ്രസിഡന്റിന്റെ ആ ഒരു പത്രസമ്മേളനം നമ്മൾ എല്ലാവരും കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ആൾ എന്തോ വലിയ കള്ളത്തരം പറയാനായിട്ട് രംഗത്തേക്ക് വരുന്നുണ്ടെന്നുള്ളത്. അങ്ങനെ ആൾ വന്നപ്പോൾ തന്നെ പറഞ്ഞത് ഇതിലെ കുറച്ച് ഫണ്ടുകൾ, അതായത് ആപ്പ് നിർമ്മിക്കാനായിട്ട് തന്നെ നല്ല എമൗണ്ട് പോയിട്ട് 5 കോടി രൂപയാണ് ടോട്ടൽ സമാഹരിച്ച തുക. അതിൽ ആപ്പ് നിർമ്മിക്കാനായിട്ട് കുറച്ച് ഫണ്ട് പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഈ സ്ഥലം വാങ്ങാനായിട്ട് കുറച്ച് ഫണ്ട് പോയി, പിന്നെ കല്ലിടാനായിട്ട് എല്ലാ വീടുകൾ 70 വീടുകൾക്ക് മുകളിൽ എന്താ വെക്കണമല്ലോ, അല്ലെ 100 വീടുകൾക്ക് മുകളിൽ വെക്കണം. അപ്പം 100 കല്ല് വേണം. ആ 100 കല്ലിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് പോയിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം ഞങ്ങൾക്ക് വീട് വെക്കാനായിട്ട് പൈസയില്ല. എന്നാൽ അതേസമയം അറ്റ് ദി സെയിം ടൈം VD സതീശൻ പറഞ്ഞത് ഞങ്ങൾ വീട് പണി കല്ലിട്ട് വീട് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് പെട്ടെന്ന് പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അതൊക്കെ ഉടനെ കഴിയും എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്തോ ഇവിടെ ഒരു വാഗ്ദാനം കൊടുത്തിട്ട് പറഞ്ഞതുപോലെയാണ് കേട്ടോ. അപ്പോൾ ടോട്ടലി ഉള്ള പൈസ എല്ലാം പോയി എന്നുള്ളത് KPCC പ്രസിഡന്റ് പറയുമ്പോഴാണ് നമ്മൾ എല്ലാവരും അറിയുന്ന വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ അവിടെ നടന്നിട്ടുള്ളത്. സ്വരാജ് ശവം തൂക്കികളെന്ന് UDFനെ വിളിച്ചതോടുകൂടി അവരുടെ UDFന്റെ കയ്യിലുള്ള ആയുധമായിരുന്ന ഈ വയനാട് വിഷയങ്ങളും അല്ലെങ്കിൽ അവരൊരു ആയുധമായിട്ട് വെച്ചുകൊണ്ടിരുന്ന ശബരിമല വിഷയമാണ്, ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്, അതെല്ലാം തകിടം മറിഞ്ഞ് എല്ലാം ഒരു സൈഡിലേക്ക് പോയി. ഇവർ സ്വർണ്ണക്കൊള്ളയേക്കാളപ്പുറം ആളുകളുടെ വികാരം വെച്ചിട്ടും ആളുകളുടെ ജീവൻ വെച്ചിട്ടും കളിച്ച UDF എന്ന് പറയുന്ന കൊങ്ങികളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ അങ്ങനെ ഈ വേറൊരു കാര്യം ഇത് പറയുമ്പോൾ നമ്മൾ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം, ഞാനും പലരോടും UDF ഈ പിരിച്ച പൈസ എന്തുകൊണ്ട് അവരൊന്നിനും വേണ്ടി ഉപയോഗിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ പലരും പറയുന്നത്, എടാ അത് ശരിക്കും ഭരിക്കുന്ന പാർട്ടി ചെയ്യേണ്ട കടമയാണ്, അത് ഭരിക്കുന്ന പാർട്ടിയാണ് ചെയ്യേണ്ടത്, പിണറായി വിജയന്റെ പാർട്ടിയാണ് ചെയ്യേണ്ടത്. UDF പിരിച്ച പണം അത് UDFന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ വേണ്ടതൊക്കെ ചെയ്തോളും, വലതുപക്ഷമല്ല ഇടതുപക്ഷമാണ് ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ ഈ UDF പിരിക്കുന്ന പണം അല്ലെ എന്തിനാണ് UDF പണം പിരിച്ചത്? പലരും പറയുന്നത് പണം പിരിച്ചിട്ടില്ല, അവർക്ക് അവരുടെ പാർട്ടിയിലുള്ള ആളുകൾ കൊടുത്തതും ചില നടന്മാർ കൊടുത്തതുമായിട്ടുള്ള ഫണ്ടുകളാണെന്നാണ്. അങ്ങനെയെങ്കിൽ ഈ ഫണ്ട് ഇവർ ചെയ്യേണ്ട എന്ത് മര്യാദയാണ്? ഇവർ ചെയ്യേണ്ട ഈ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇട്ടുകൊടുക്കുക. ഇപ്പം 5 കോടി രൂപ പിരിച്ചിട്ടുണ്ടല്ലേ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 100 കോടി അല്ലെ 700 കോടിക്ക് മുകളിൽ ഫണ്ട് കയറി. ആ ഫണ്ടിനൊപ്പം ഒരു 5 കോടി കൂടെ ചെന്നിരുന്നെങ്കിൽ അവർക്ക് ചെയ്യാനുള്ള വികസനങ്ങൾ കൂടുതലായിട്ട് ചെയ്തേനെ. എന്നാൽ ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് തന്നെ ഈ ഫണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ടെന്നുള്ളൊരു വാർത്ത പുറത്തുവിടേണ്ടി വന്ന എപ്പോഴാണ് LDFന്റെ മറ്റ് സംഘടനകളായിട്ടുള്ള DYFI, CITU, SFI ഇവരൊക്കെ കണക്കുകൾ പുറത്തുവിടുമ്പോഴാണ് നിക്കക്കള്ളി ഇല്ലാതെ ഇവർക്കും കണക്കുകൾ പുറത്തുവിടേണ്ടി വന്നത്. അങ്ങനെ പുറത്തുവിട്ടത് കൊണ്ടാണ് ഈ വലിയൊരു കൊള്ള ലോകം അറിഞ്ഞത്, കേരളം അറിഞ്ഞത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള
അങ്ങനെയുള്ളപ്പോൾ ഈ ഫണ്ട് എന്തുകൊണ്ട് ഇവർ CMRDF കൊടുത്തില്ല? മുഖ്യമന്ത്രിയോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനൊന്നും പറ്റില്ല. മുഖ്യമന്ത്രിയോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇത് ധാർഷ്ട്യമായിരുന്നു, അല്ലെങ്കിൽ ഇതൊരു കളിയായിരുന്നു. ഇലക്ഷന് വേണ്ടിയിട്ട്, ഇലക്ഷൻ പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് ആവശ്യമായിട്ട് വരും. അങ്ങനെ ഫണ്ട് ആവശ്യമായിട്ട് വരുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? സ്വന്തം കയ്യിൽ നിന്ന് ഇറക്കുന്നതിനേക്കാൾ നല്ലത് ആ വയനാടുള്ള ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വെച്ചിരിക്കുന്ന കുറച്ച് ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ മരിച്ചുപോയ ആളുകൾ എങ്ങനെ അറിയാനാണ്? അവരുടെ ആത്മാവ് നമ്മളോട് ചോദിക്കുമോ? അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ഈ ഫണ്ട് തന്നെ എടുത്ത് ഞങ്ങൾ കളിക്കാമെന്ന് UDFന്റെ കൂട്ടത്തിലുള്ള കൊങ്ങിക്കുട്ടന്മാരൊക്കെ വിചാരിച്ചു. അപ്പൊ അങ്ങനെ കൊങ്ങിക്കുട്ടന്മാർ വിചാരിച്ചതിന്റെ ഫലമായിട്ട് തന്നെ ഈ ഫണ്ട് എടുത്ത് തന്നെ ഇവർ കളിച്ചു. ഇലക്ഷന്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇവർ ഉപയോഗിച്ചല്ല ഈ ഫണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഇവരുടെ അടുത്ത് ഈ KC ജോസഫിന്റെ അടുത്ത്, അല്ലെങ്കിൽ ഈ പറയുന്ന KPCC പ്രസിഡന്റിന്റെ അടുത്ത് വീടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകർ ചോദിക്കുമ്പോൾ അയാൾ വിരളി പിടിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് ഞാൻ കണ്ടൊരു വാർത്തയാണ്, ആ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് കിട്ടിയിരിക്കുന്ന ഫണ്ടിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഭ്രാന്ത് പിടിച്ച് ഒരു തെരുവ് നായെ പോലെ ആക്രോശിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് ചാടി നിൽക്കുന്ന, അല്ലെ മാധ്യമങ്ങളെ കളിയാക്കുന്ന KPCC പ്രസിഡന്റിനെ, അല്ലേ? കഴിഞ്ഞ ദിവസം വളരെ മാന്യതയോടുകൂടിയും പക്വതയോടുകൂടിയും എല്ലാ ആളുകൾക്കും മറുപടി കൊടുത്ത ഈ KPCC പ്രസിഡന്റ് ഇന്ന് തൻ്റെ തനി സ്വഭാവം പുറത്തുവിട്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഇലക്ഷൻ കഴിഞ്ഞ് ഇനിയിപ്പോൾ വിധി വരേണ്ട സമയമാണ്. ഇനിയിപ്പോൾ ജയിച്ചാലും തോറ്റാലും വിധി എന്തായാലും വരാനുള്ളതാണ്, അല്ലേ? നമുക്ക് ജയിക്കുക തോക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അതൊന്നും പ്രവചനാതീതമാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല. അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലേ? അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇനി ഒരു കോപ്പനും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒരുത്തരം അടിമയല്ല എന്നുള്ള ചിന്താഗതി KPCC പ്രസിഡന്റിന്റെ ഉള്ളിലേക്ക് വന്നു. അപ്പോൾ അയാൾ കൊടുക്കുന്ന മറുപടി എന്താണെന്ന് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതോടെ കണ്ടിട്ട് നമുക്ക് എന്തായാലും ബാക്കി വീഡിയോയിലേക്ക് വരാം. കയറി താമസിന് വിളിക്കാം. ഞങ്ങളുടെ ഫണ്ട് കളക്ഷൻ ഓർത്ത് നിങ്ങൾ ആരും കളയണ്ട. ഞങ്ങൾ മുഖ്യ പണം, ഞങ്ങളുടെ പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും ഞങ്ങളുടെ രാജീവ് ഗാന്ധി, രാഹുൽ ഗാന്ധിയും ഒക്കെ തിരികെ തരും. അല്ലെ, ഇവരെല്ലാം കൂടി ഞങ്ങൾക്ക് സംഭാവനയായിട്ട് തന്നിട്ടുണ്ട്. അതെടുത്ത് വെച്ച് ഞങ്ങൾ ചെയ്തോളാം. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ഞങ്ങൾ മേടിക്കുന്നില്ല. നിങ്ങൾ തരുവേം വേണ്ട. ഞങ്ങൾക്കുള്ള പൈസ വെച്ച് ഞങ്ങൾ വീട് പണിയും. ശരി, ആയിക്കോട്ടെ. നല്ല വെല്ലുവിളി ഏറ്റെടുക്കൽ, അല്ലെങ്കിൽ നല്ല തീരുമാനം, നല്ല അഭിപ്രായം. എന്ന് വീട് വെച്ച് കൊടുക്കും. ഈ വീട് ഇവർക്ക് 2024 ഈ സംഭവം ഉണ്ടായിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കി. 2024 വലിയ ദുരന്തം ഉണ്ടാവുന്നു. അതിനുശേഷം ഇപ്പോൾ 2-3 വർഷമായി, അല്ലേ? ആ 3 വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴും അവർക്ക് കയറി കിടക്കുക ഒരു വീടില്ല. ഇപ്പോൾ സർക്കാർ പണിഞ്ഞു കൊടുത്ത വീട് 170 വീടുകളാണ് ആദ്യഘട്ടമായിട്ട് പണിതിരിക്കുന്നത്. ഇനിയും ചെയ്യാനായിട്ടുണ്ട്. അതിന് വയനാട് ടൗൺഷിപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഇടതുപക്ഷ സർക്കാർ ആ ഒരു വീട് സാക്ഷാത്കരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നാണ് UDF വീട് നൽകാൻ പോകുന്നത്? എത്ര പേർക്കാണ് വീട് നൽകാൻ പോകുന്നത്? ഇനി എവിടെ നിന്നാണ് ഫണ്ട് കളക്ട് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യും? മുഖ്യമന്ത്രിയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ ഈ ടീംസാണ് ഇന്ന് പറയുന്നത്, നിങ്ങൾ കരയേണ്ട, ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തോളാന്ന്. അതായത് അണ്ണം പറയുന്നതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫണ്ട് എടുത്ത് ഞങ്ങൾ പുട്ടടിച്ചു. ഇനി ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഫണ്ട് നൽകും. അവരുടെ ഫണ്ട് ഉണ്ട്. ബാക്കിയായിട്ട് പോകാം. സർക്കാരിന്റെ പൊതു ഖജനാവിലെ ഫണ്ടും ശബരിമലയിലെ ദേവസ്വം ബോർഡിന്റെ സ്വർണവും അയ്യപ്പ സംഗമത്തിന്റെ പേരിലുള്ള കളക്ഷൻ ഫണ്ടും തട്ടവരെ കുറിച്ച് നിങ്ങൾ അധികം ബേജാറാകുക. ഞങ്ങൾ കാശ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ അധികം ബേജാറാകണ്ട. അതിനാ ഞങ്ങളുടെ മറുപടി. അതിനെക്കുറിച്ചാ കൃത്യമായ മറുപടി. ഞങ്ങൾ സമാഹരിച്ച പൈസയേക്കാൾ കൂടുതൽ ചെലവിട്ട് സ്ഥലം വാങ്ങി. ഇനി പൈസ സമാഹരിക്കാതെ തന്നെ പാർട്ടിയുടെ തനത് ഫണ്ട്, ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതുണ്ടാക്കാൻ ഞാൻ കഴിയും. ഞങ്ങൾ ആരും ചോദിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയുടെ വലിയ ഹുങ്കോ, പാർട്ടിയുടെ വലിയ സ്ഥാനം എവിടെയാണെന്നൊന്നുമല്ല ചോദിക്കുന്നത്. ആ മുഖ്യ പൈസ എവിടെയാണ്, എന്തിനാണ് പൈസ മുഖ്യത്, എന്നാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അതാണ് ചോദിക്കുന്നത്. എന്തിനാണ് KPCC പ്രസിഡന്റ് ഇത്ര അസഹിഷ്ണുത? ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്തിനാണ് ഇത്ര വിരളി പിടിക്കുന്നത്? എന്തിനാണ് ഇത്ര ദേഷ്യം? ആരെയാണ് നിങ്ങൾ ഭയക്കുന്നത്? എന്തിനോടാണ് നിങ്ങൾക്ക് ഇത്ര ഭയം, അല്ലെങ്കിൽ എന്തിനോടാണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം? ഫണ്ട് മുഖ്യതാണെന്നും ഫണ്ട് നിങ്ങളെടുത്ത് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും പുട്ടടിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇലക്ഷൻ വരുന്നതിന് മുൻപ്, അല്ലെ ഇലക്ഷൻ്റെ ഒരു ഡേറ്റ് എടുക്കുന്നതിന് മുൻപൊക്കെ നിങ്ങൾക്ക് നല്ല മാന്യതയും നല്ല പക്വതയോടു കൂടിയുള്ള സംസാരമായിരുന്നു.
എവിടെയാണ് നിങ്ങളുടെ വാക്കുകളിൽ ഇന്ന് ഈ രീതിയിലുള്ള ഒരു എന്താ പറയുക, കുറച്ച് തിക്നെസ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ കുറച്ച് കട്ടി വന്നിരിക്കുന്നത്, കടുപ്പം വന്നിരിക്കുന്നത്? അത് നിങ്ങൾ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് അല്ലേ? തോക്കുമെന്നുള്ളതും കാണും, ജയിക്കുമെന്നുള്ളതും കാണും. ആ ഉറപ്പ് വന്നപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഒരുത്തനും പറയേണ്ട, അല്ലെ ഒരുത്തനും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യകതയില്ല. ഞങ്ങളാണ് തീരുമാനിക്കുന്നത് ഇനിയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിലാണ് ഇനിയുള്ള കാര്യങ്ങൾ. ഇനി ഈ ചോദിക്കുന്നവന്മാരെയൊക്കെ അടിച്ചുറക്കിക്കളയാം. ഈ ചോദിക്കുന്നവന്മാരുടെയൊക്കെ വാ അടച്ച് അവരെ നിശബ്ദരാക്കാം. വിരൽ ചൂണ്ടുന്നവരെ വിലങ്ങണിയിച്ച് ഞങ്ങൾ കിടത്തുമെന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പറയുന്നത്, അല്ലെ? ആ ഒരു ധാർഷ്ട്യമാണ് ഈ വാക്കുകളിൽ കാണുന്നത്, അല്ലേ? എന്തൊരു കഷ്ടമാണല്ലേ. പാലം കടക്കോളം നാരായണ, പാലം കടന്നു കഴിഞ്ഞാൽ കൂരായണ എന്ന് പറയുന്ന പോലത്തെ ഒരു സ്ഥിതിവിശേഷം, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും എല്ലാം എടുത്ത് അണ്ണന്മാർ പുട്ടടിച്ചു. ഇനിയുള്ളത് ഞങ്ങളുടെ ഫണ്ടിൽ നിന്ന് ഞങ്ങൾ ചെയ്തോളാം, നിങ്ങളാരും ബേജാറാവേണ്ട, നിങ്ങളാരും വറീഡ് ആവേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വാർത്താ സമ്മേളനം അയാൾ അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും മെയ് 4 ജനങ്ങൾ വിധി എഴുതിയ ആ എഴുത്ത്, അല്ലെങ്കിൽ ആ ഒരു വിധി എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നാണമില്ലാത്ത ശവന്തൂക്കികളായിട്ടുള്ള കൊങ്ങികളുടെ പല രീതിയിലും പലതരത്തിലുമുള്ള മെഴുകലുകളൊക്കെ കാണുമ്പോൾ വല്ലാത്ത വിഷമം മാത്രമേ ഉള്ളൂ. ഒരു കഷ്ടമാണല്ലേ. ഓക്കെ ബൈ.